ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വാസ്തുബലി നടത്താറുണ്ട്. അപ്പൊ ഈ വാസ്തുബലി നടത്തുന്നത് ഈ വാസ്തുദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വാസ്തുബലി നടത്തുന്നത് വീടുകളിലും ചെയ്യും കേട്ടോ. അതായത് വീട്ടിലും ഈ ഒരു 45 ദേവതകളുണ്ട്. കേരളത്തിൽ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നത്. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് ഈ കൗളാചാരം എന്ന് പറയുന്നത് ഈ കോഴി ഇറക്കുക അല്ലെങ്കിൽ ആടിനെ ഇറക്കുന്ന ഈ അങ്ങനെയുള്ള ആളുകളില്ലേ, അപ്പൊ അവര് ചെയ്തിരുന്ന പൂജയാണ് കൗളാചാരം എന്നായിരുന്നു ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത്. ഒരു മിനിറ്റ് നല്ല കാര്യമാണ്, നല്ല പോയിന്റാണ് എടുത്തിട്ട്. അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് എൻ്റെ ഈശ്വരന് കൊടുക്കേണ്ടത്. കേരളം എങ്ങനെയാ ഉണ്ടായേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേരളം എങ്ങനെയുണ്ടായി? പരശുരാമൻ മഴു എറിഞ്ഞിട്ട് കേരളം ഉണ്ടായി. മഴു എറിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാകുക. ഭാരതത്തിന്റെ കന്നിമൂല കേരളമാണ്. കേരളമാണ്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, കന്നിമൂലയിൽ ബെഡ്റൂം എന്ന് പറയുന്നതിനുള്ള തെളിവ് അതാണ്. നമ്മളിപ്പോ പത്മനാഭൻ എവിടെയാണ് കിടക്കുന്നത്? കന്നിമൂലയിലാണ് കിടക്കുന്നത്. ഭാരതത്തിന്റെ കന്നിമൂലയില്. ബോധത്തിന്റെ നാഥൻ എന്ന് പറയുമ്പോ ഗണപതി എന്ന് പറയും. അതാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണില്ല, ഇങ്ങനെ ഏത്തടിക്കണേ. ഇത് എന്തിനാ ഏത്തടുന്നത്? തെറ്റുകൾ ക്ഷമിക്കാനല്ല യഥാർത്ഥം. അങ്ങനെ നമ്മൾ ധരിക്കുക. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ വാസ്തുബലി നടത്താറുണ്ട്. അപ്പൊ ഈ വാസ്തുബലി നടത്തുന്നത് ഈ വാസ്തുദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വാസ്തുബലി നടത്തുന്നത് വീടുകളിലും ചെയ്യും കേട്ടോ. അതായത് വീട്ടിലും ഈ ഒരു 45 ദേവതകളുണ്ട്. ക്ഷേത്രങ്ങളിൽ ഒരു ഇൻബിൽട്ട് വാസ്തുമണ്ഡലം ഉണ്ട്. അതാണ് നമ്മൾ പുറത്തൊക്കെ കാണാൻ. കാരണം കുറെ ശർക്കരാണി കല്ലുമരുന്ന് അതൊക്കെ ആയിട്ടുള്ളത്. അത് ഓൾറെഡി എന്നുള്ള ആ ദേവതകളുടെ സ്ഥാനമാണത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 45 ദേവതകളുണ്ട് വീടിന് വരുന്നത്. അപ്പൊ ഇത് ക്ഷേത്രത്തില് അത് അങ്ങനെ തന്നെ മെയ്ക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനാണ് വാസ്തുബലി. ലാസ്റ്റ് ശിവേലി എഴുന്നള്ളിക്കുമ്പോൾ ഇത് തൂന്നൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ചെയ്യണത്. ഇനി ഇതിന്റെ കൂടെ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്, കാവുകൾ. കാവിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചില്ല. ഈ കാവ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ആദ്യ രൂപ. അതായത് എന്ന് പറഞ്ഞാൽ കുറേ, അതായത് നമ്മളുടെ ഒരു യഥാർത്ഥത്തിൽ ഇതിന്റെ ബേസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2-3 തരത്തിലുള്ള ആരാധന സിസ്റ്റങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പറയും സമയാചാരം എന്ന് പറയും. സമയാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനിക്കുക, ഇതൊക്കെ ഇതിനെ പറയും സമയാചാരം എന്ന് പറയും. അപ്പോ ഈ കർഷകന്മാരും പട്ടാളക്കാരും ഒക്കെ ധ്യാനിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവുക ഇല്ല, സംഭവം നടക്കില്ല, രാജ്യത്തിന് പ്രശ്നമാവും. അപ്പൊ അവർക്ക് വേഗത്തിൽ ചൊല്ലി വേഗം ഓടാനുള്ളതാണ് ക്ഷേത്രം. ഇതിനെ പറയും കൗളമാർഗം എന്ന് പറയും. ക്ഷേത്രങ്ങളപ്പോ കൗളമാർഗമാണ്. കൗളമാർഗത്തിലുണ്ട് പറയാം കേട്ടോ. അതായത് ഒന്നാമത്തെ പറയും സമയാചാരം, രണ്ടാമത്തെ പറയും കൗളമാർഗം എന്ന് പറഞ്ഞാൽ കൗളം എന്നുള്ള വാക്കുന്നാണ് കുലം എന്ന് പറയുന്നുണ്ട്. അതായത് കുലത്തിലെ ആചാരം. അത് നോക്കുമ്പോൾ എല്ലാം കുലങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇസ്ലാം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, അതുമാതിരി തന്നെ ക്രിസ്ത്യൻ ആയാലും ശരി, ഒക്കെ ഓരോ കുലങ്ങളാണ്. രണ്ടാമത്തത് പറയുന്നതാണ് കൗളമാർഗം. കൗളം എന്നുള്ള വാക്കുന്നാണ് കുലം എന്നുള്ള ഉണ്ടായത്. കൗളം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരുപാട് മക്കളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിലൊരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെയായിരിക്കും. ഇപ്പൊ ഇസ്ലാം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഇതൊക്കെ ഓരോ കുലങ്ങളാ. ആ വീട്ടിൽ ജനിച്ചു വീണപ്പോൾ അവിടുത്തെ ആചാരം അതാ. അപ്പൊ എവിടെയാണോ നമ്മൾ ജനിച്ചു വീഴുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഈസത്തിലും ആകുന്നത്. അപ്പൊ അവിടെ എന്താണോ ആചാരമുള്ളത് അതാണ് ആ കുലത്തിൽ വരിക. നമ്മളെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഒരാള് ക്രിസ്ത്യൻ ആകുന്നത് ആ ഒരു വീട്ടിൽ ജനിച്ചതുകൊണ്ടാ. അപ്പൊ ആ കുലത്തിൽ ആചാരം അതാണ്. അപ്പൊ അത് നമ്മളെ ഇവിടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു കുലദേവത എന്നുണ്ടാവും. അതായത് കുറെ മക്കളുണ്ടാകുമ്പോൾ അതിലൊരു ഒരാളുണ്ട്. അയാൾ അതിലുള്ള 16 അംശം, അയാളുടെ ഊർജം ഒരു കല്ലിലേക്കോ അല്ലെങ്കിൽ ഒരു ബിംബത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയിലേക്കോ ആവാഹിക്കും. എന്നിട്ട് അതിന് വേണ്ട വെള്ളവും പൂവൊക്കെ കൊടുക്കും. അപ്പൊ എന്താവും, ഇതങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഇയാളുമായിട്ട് രക്തബന്ധത്തിലുള്ള എല്ലാവരും ഈ വൈബ്രേഷൻ സ്വാധീനിക്കാൻ തുടങ്ങും. അതാണ് കുലദേവത. അത് പിന്നീട് കുലദേവതയായി. പിന്നെ അപ്പൊ എന്താവും, എല്ലാവരും സമൃദ്ധിയിൽ വരും. അപ്പൊ ഈ സമൃദ്ധി ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് ദാരിദ്ര്യം കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പറയണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ എന്നാ പറയാ. അതായത് ഇപ്പൊ നമുക്ക് റേഞ്ച് കിട്ടില്ല മൊബൈലിന്. അപ്പൊ എന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇറിറ്റേഷൻ. അപ്പൊ നമ്മൾ എന്താ, റേഞ്ചുള്ള സ്ഥലത്തേക്ക് പോകണം. അതായത് ടവർ ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഒരു ടവറാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ കുലദേവത ക്ഷേത്രം അല്ലെങ്കിൽ കാവുകൾ എന്നൊക്കെ പറയുന്നത്. അത് കാവുകളാകുമ്പോൾ കുറച്ചുകൂടി നാച്ചുറലി ഫ്രണ്ട്ലി ആയിരിക്കും, പ്രപഞ്ചമായിട്ട് ചേർന്നായിരിക്കും. ഒരു ഇക്കോളജിക്കൽ സിസ്റ്റം ഉണ്ടാവും അവിടെ എല്ലാ ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ടാവും, എല്ലാ ജീവികളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവിടെ കുളം ഉണ്ടാവും, പാമ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും.
പക്ഷെ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളൊന്ന് ഒരു സിസ്റ്റപ്രകാരം നിർമ്മിച്ചെടുക്കുന്നതാണ്. മറ്റത് കുറച്ച് കാവ് എന്ന് പറയുമ്പോൾ നാച്ചുറലി തന്നെ മെയ്ഡായിരിക്കും. ഒരു ഇക്കോളജിക്കൽ സിസ്റ്റം തന്നെയാണ്. കേരളത്തിൽ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നതാണ്. കാരണം ഇത് രണ്ട് സാധനം. കാവ് എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ട് ഒരുമിച്ച് ചേർന്ന് അതിൽ നിൽക്കുന്ന സാധനം. നേരെ മറിച്ച് ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ നിലയിലും പണിയാം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ എന്താ പറയുക, മൂന്നാമത്തെ നിലയിൽ ഞാൻ ക്ഷേത്രം പണിതു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം അവിടെ ഈ പ്രതിഷ്ഠ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കാവുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രപഞ്ചവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിൽക്കണതാണ്. ആ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രകർഷണങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇത് ഉൾക്കൊള്ളുന്നതിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്താവും, പ്രപഞ്ചത്തിന്റെ ആ ഒരു വൈബ്രേഷൻ നമ്മളിൽ വരും. അപ്പം പെട്ടെന്ന് തന്നെ ഇയാളെ കോൺഷ്യസ്നെസ് എന്താവും, ഹയർ ആവും. ഇതിനാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത്. അതായത് എല്ലാത്തിനും പറയുക ബോധം എന്നാ പറയുക. ബോധം ബോധം അവയർനെസ്. ബോധം നമ്മുടെ മെന്റൽ അവയർനെസ്. അപ്പം ബോധത്തിന്റെ നാഥൻ എന്ന് പറയുമ്പോൾ ഗണപതി എന്ന് പറയും. അതാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണില്ല, ഇങ്ങനെ ഏത്തടിക്കണേ. ഇത് എന്തിനാ ഏത്തടുന്നത്? തെറ്റുകൾ ക്ഷമിക്കാനല്ല യഥാർത്ഥം. അങ്ങനെ നമ്മൾ ധരിക്കുക. ഇങ്ങനെ ഏത്തടുമ്പോ നമ്മൾ താഴേക്ക് വരുമ്പോ നമ്മളെ നെറ്റലെന്താവും, ഒന്ന് വളയും ഒന്ന് വലിയും. ഇപ്പൊ മൂലാധാരം എന്ന് പറയും. അത് നെറ്റലിന്റെ അടിഭാഗം. അവിടെ ഒന്ന് ബേസ് ഓഫ് ദ സ്പൈനൽ കോഡ്. അവിടെ ഒരു പുഷ് നടക്കും. യഥാർത്ഥത്തിൽ നമ്മളെ നെറ്റലിന്റെ ഒരു നാഷണൽ ഹൈവേ ആയിട്ട് ആകുകയാണെങ്കിൽ അതിന്റെ കേന്ദ്രം എവിടെയാണ്? അതിനാണ് എന്താ മൂലാധാരം. ചിലവർ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയും, വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ഈ ബോധമാണ്. അപ്പൊ ഈ ബോധം ഉയർന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമുക്ക് സമൃദ്ധി വരിക, വലിയ ചിന്തകൾ വരിക. നേരെ മറിച്ച് താണു നിൽക്കുകയാണോ ആ കൂടി അവശതയായിരിക്കും. അതാണ് കേരളത്തിലെ പാമ്പുകളൊക്കെയായി മാറുക. ഒന്നും റേഞ്ച് കിട്ടാത്ത അവസ്ഥ വരും. ഇതിലൂടെയൊക്കെ പോകും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നല്ല അച്ചടക്കത്തോടുകൂടി ക്യൂ ഒക്കെ നിന്ന് പിന്നെ എന്താണ് അവിടെ അല്ല പറയുകയാണത്. അപ്പൊ ഈ ബോധം കൂടിയോ സ്വതന്ത്രനാവും. അപ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അത് സ്വയം തന്നെ ചെയ്തെടുക്കണെയാണ് നമ്മൾ ഈ യോഗയും മെഡിറ്റേഷനും ഇതൊക്കെ സമയാചാരങ്ങളും ഒക്കെ. അതായത് സമയാചാരം എന്ന് പറഞ്ഞാൽ എല്ലാ നേരം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സമയാചാരമാണ്. ഒരു സമയത്ത് ഇതാകുക എന്നുള്ളത്. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു രാവിലെ പോയി ഈശ്വര കാത്തുരക്ഷിക്കണേ ഇതായി പറഞ്ഞു എന്നിട്ട് വേഗം പണിക്ക് പോവുക. അപ്പൊ എന്താവും, അവന് ആ കർമ്മത്തിന് ഈശ്വരന്റെ ബ്ലെസ്സിങ്സ് താമ്പാതി ദൈവം പാതി. അതിലാണ് ഈ വേറെയും കുറെ സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. ഇനി ദിവ്യാചാരം എന്ന് പറയും. ദിവ്യാചാരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ദൈവമാകുന്ന ഒരവസ്ഥയാണ്. അതാണ് ശരിക്കും എന്താ പറയുക, നമ്മൾ ആൾ ദൈവങ്ങൾ എന്നൊക്കെ നമ്മൾ ഭാഷയെ പറയണത്. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അവരുടെ ഊർജത്തിന്റെ ലെവൽ അങ്ങനെ എത്തുകയാണ്. അത്ര ഹയർ ലെവലിലേക്ക് അവരുടെ ഊർജ്ജം എത്തുകയാണ്. അതാണ് ദിവ്യാചാരം എന്നൊക്കെ പറയുന്നത്. അതിലാകുക. പണ്ട് കാലത്ത് വാമാചാരം എന്നാ പറയുക. അന്ന് കാലത്ത് എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ച ശക്തികളെയൊക്കെയാണ് ഇതാകുക. അപ്പൊ ഇടി മിന്നൽ ഇതിനെയൊക്കെയാണ് ആരാധിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ലിംഗം. അതായത് കുട്ടികൾ ഉണ്ടാണ്. അപ്പൊ അതായത് ലിംഗം യോനി ഇതൊക്കെയായിരുന്നു. അപ്പൊ അതാണ് വാമാചാരം എന്ന് പറഞ്ഞ പഴയ കാലത്തുണ്ടായത്. ഇത് ഓരോ കാലഘട്ടത്തിലും അതായത് നമ്മള് ഇനിയിപ്പോ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓരോ ഉപാധികൾ ഉണ്ടാകുകയാണ്. പക്ഷെ സാറ് പറഞ്ഞപ്പോഴാണ് ഈ കൗളാചാരം എന്ന് പറയുന്നത് ഒരു കുലാചാരം എന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് ഈ കൗളാചാരം എന്ന് പറയുന്നത് ഈ കോഴി ഇറക്കുക അല്ലെങ്കിൽ ആടിനെ ഇറക്കുന്ന ഈ അങ്ങനെയുള്ള ആളുകളില്ലേ, അപ്പൊ അവര് ചെയ്തിരുന്ന പൂജയാണ് കൗളാചാരം എന്നായിരുന്നു ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത്. ഒരു മിനിറ്റ് നല്ല കാര്യമാണ്, നല്ല പോയിന്റാണ് എടുത്തിട്ട്. അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് എൻ്റെ ഈശ്വരന് കൊടുക്കേണ്ടത്. ഞാൻ കഴിക്കുന്ന ഈ ഭക്ഷണമാണ് എൻ്റെ ഈശ്വരൻ. അപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള ഒരു പൊതുവെ ദ്രാവിഡ വർഗം എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാല് കോഴിയും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നവരാ. യെസ് അല്ലേ, നല്ല മീനൊക്കെ കഴിക്കുന്നവരാ. അതാണ് ദ്രാവിഡർ എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ആ ഒരു ഇതിലാ വരുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ബിരിയാണി കഴിക്കുന്ന ഒരാൾക്ക് കൊണ്ടുപോയിട്ട് സാമ്പാർ വിളമ്പിയാൽ ശരിയാകുമോ? അപ്പൊ കോഴി കഴിക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കണം? കോഴി കൊടുക്കണം. അപ്പോഴാണ് അത് തൃപ്തിയാകുക. അതാണ് അങ്ങനെയുള്ള ദേവതകൾ എന്തായി. അപ്പൊ അയാൾ കഴിക്കുന്ന ഭക്ഷണം അയാൾ നിവേദിക്കുന്നു. അതാണ് കോഴീനെ അറക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കുലത്തില് അങ്ങനെയാ. ഇനിയിപ്പൊ നിങ്ങളെ കുലത്തിൽ വെറും സാമ്പാറും പച്ചക്കറിയും മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കാം? സാമ്പാറും പച്ചക്കറിയും കൊടുക്കാം. അതാണ് നമ്പൂതിരിമാരുടെ ഒക്കെ അങ്ങനെ വന്നത്. അതാണ് നമ്മൾ ഈ സദ്യയൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതേ കൂട്ട് ഉത്സവത്തിനൊക്കെ അങ്ങനെ അതെ സദ്യയൊക്കെ കൊടുക്കുന്നത് പൊതുവായിട്ടുള്ളതും ഒക്കെ.
പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ള കോഴീനൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ അത് തെറ്റെന്നൊന്നും പറയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇസ്ലാമിലാണെങ്കിലും എന്ത് പറയുന്നുണ്ട്, മുഹമ്മദ് നബി ബലി ബക്കരി ഈദ്. ബക്കരി എന്ന് പറഞ്ഞാൽ എന്താ? ആട്. ബക്കരി ഈദ് എന്ന് പറഞ്ഞാൽ ആടിനെ അറുത്തിട്ട് കൊടുക്കാന്നാണ്. അപ്പൊ ഇതൊന്നും തെറ്റ് ശരിയെന്നല്ല, എല്ലാ കുലത്തിലും ഉണ്ട്. ആ കുലത്തിലുള്ള ആചാരമാണത്. അതുപോലെ തന്നെ കോഴീനെ കൊല്ലുന്നു പറഞ്ഞാൽ അപ്പൊ ആ വീട്ടുകാർ കഴിച്ചിരുന്ന അതാണ്. അപ്പൊ അവരെ ആരാധിക്കണ ഈശ്വരന്മാർക്ക് എന്ത് കൊടുക്കും? കോഴീനൊക്കെ അറുത്ത് കൊടുക്കും. പക്ഷെ അതും ഈ രക്തവുമായിട്ട് കൂട്ടി കളർത്തുന്നുണ്ടായിരുന്നു. അത് ഇത് തെറ്റെന്നല്ല, ഓരോ കാലഘട്ടത്തിന്റെ ഓരോ ഇതാണത്. ആ കാലഘട്ടത്തിൽ ആ രക്തമാണ് കൊടുത്തിരുന്നത്, അവരുടെ ഭക്ഷണത്തിൽ അതൊക്കെയായിരുന്നു ഉൾപ്പെടുത്തത്. അതുകൊണ്ട് അതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വന്ന് കാലം മാറിയപ്പോഴും നമ്മൾ ഒരു ആര്യൻ അവിടെ ഒരു കേരളത്തിന്റെ കഥയായിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. സബ്ജക്റ്റ് മാറിപ്പോവുക. ഇത് കേരളം എങ്ങനെയാ ഉണ്ടായേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേരളം എങ്ങനെയാ പരശുരാമൻ മഴു എറിഞ്ഞിട്ട് കേരളം ഉണ്ടായേ. മഴു എറിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാകുമോ? ഇല്ല. മഴു എന്തിനുള്ള ആയുധ? മരം വെട്ടാൻ. അതായത് യഥാർത്ഥത്തിലുള്ള ഹിസ്റ്ററി പോകുന്നത് ഇങ്ങനെയാണ്. ബുക്കിലൊന്നും പഠിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതായത് നമ്മളെ സഹ്യപർവ്വതമാണ്, തമിഴ്നാടിന്റെ ബോർഡർ ആയിട്ട് ഇല്ലേ. ഈ സഹ്യപർവ്വതത്തിന്റെ താഴേക്ക് അധികം ആളുകളും കടക്കില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാട് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാർ, അതായത് അറബിക്കടലിലൊക്കെ ഉള്ള കൊള്ളക്കാരൊക്കെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പിന്നെ കുറച്ച് കാടന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ഈ ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാനായിരുന്നു ആരുടേത്? പരശുരാമൻ്റെത്. അപ്പൊ മൂപ്പര് കുറേ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്ത് ലക്ഷക്കണക്കിനൊക്കെ സൈന്യത്തിനോട് മൂപ്പര് ഒറ്റയ്ക്ക് ഇരുന്ന് പൊരുത്തു. ഇങ്ങനെ ഇയാൾ കുറെ ആളുകളെ കൊന്നിടുക്കി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് തന്നെ തോന്നി, അയ്യോ ഇതിനൊക്കെ പാപം വരില്ലേ എന്ന്. അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത്, ഈ ഭാരതവർഷം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ഇന്ത്യ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നീ പോകണം, കന്നിമൂലയിൽ നീ പോകണം. അവിടെ ബ്രാഹ്മണന്മാരെ വിളിച്ചു കൂട്ടണം, എന്നിട്ട് പൂജ ചെയ്യണം. അപ്പൊ നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഭാരതത്തിന്റെ കന്നിമൂല കേരളമാണ്. കേരളമാണ്. അതുകൊണ്ടാണ്, അത് മാത്രമല്ല കന്നിമൂലയിൽ ബെഡ്റൂം എന്ന് പറയുന്നതിനുള്ള തെളിവ് അതാണ്. നമ്മളിപ്പോ പത്മനാഭൻ എവിടെയാണ് കിടക്കുന്നത്? കന്നിമൂലയല്ല കിടക്കുന്നത്, ഭാരതത്തിന്റെ കന്നിമൂലയില്. അത് ഈ കൺസെപ്റ്റ് തന്നെയാണല്ലോ. ഞാൻ ഏതായാലും ഇതൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ, എന്നിട്ട് അതിലേക്ക് വരാം. അതായത് അപ്പൊ എന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നുള്ള ബ്രാഹ്മണന്മാരെ ഇദ്ദേഹം കളക്ട് ചെയ്തു. അതുകൊണ്ടാണ് കേരളത്തിലെ മഞ്ഞ ആളുണ്ടാവും, ചോന്ന ആളുണ്ടാവും, കറുത്ത ആളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. മഞ്ഞ സ്കിന്നുള്ളവരുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല നിറത്തിലുള്ള ആളുകളുണ്ടാവും കേരളത്തില്. വെളുത്ത ആളുണ്ടാവും, പലതും ഉണ്ടാവും. നേരെ കുറച്ച് തമിഴ്നാട്ടിൽ പോയാലോ എല്ലാവരും ഏകദേശം ഒരേ നിറ കാണും. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, പല നിറത്തിലുള്ള. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പല നാടുകളിൽ നിന്നുള്ള ബ്രാഹ്മണന്മാരെ കളക്ട് ചെയ്തു. എന്നിട്ട് ഇവര് എന്തായത് അതായത് മരങ്ങൾ വെട്ടി മാറ്റിയിട്ട് ഇവർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലം കൊടുത്തു. അപ്പൊ നിങ്ങളിപ്പോ പണിക്കരെ എടുത്തു പോവുക. അപ്പൊ എന്താണ്? ദോഷമുണ്ട്, ഒന്നുകിൽ ബ്രാഹ്മണ ഭൂമിയാണെന്ന് പറയും, അല്ലെങ്കിൽ സർപ്പഭൂമിയാണെന്ന് പറയും. കേരളത്തിലുള്ള ശരിക്കുള്ള ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളാണ്. ചേരളമാണ് കേരളമാണ്. അത്തരത്തില് എടുക്കണ്ട. അപ്പൊ അത് വേറെയും പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ എടുത്താൽ മതി. അതായത് സർപ്പങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കേരളം. അപ്പൊ അവർക്കൊക്കെ പോകാനൊരു സ്ഥലം വേണ്ടേ? അപ്പൊ അവരെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനായിരുന്നു കാവുകള് അവർക്കുള്ളതായി. അപ്പൊ ആ ഒരു നേച്ചുറലി ഉള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഇക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ ഇതായിരുന്നു അത്. അപ്പൊ കേരളത്തില് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സാധനം വരുന്നത്. അപ്പൊ മരങ്ങളൊക്കെ വെട്ടി മാറ്റി ബ്രാഹ്മണർക്ക് ഭൂമി കൊടുത്തു. അപ്പോഴാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയത്. ഗണപതി വന്നു, വിഷ്ണു വന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആര്യൻ ഇൻവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്ന് പറഞ്ഞാൽ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ വന്നത്. അതിന്റെ മുന്നേ കേരളത്തിലൊക്കെ ഇവിടെ കാട്ടിലുള്ളവരാ. അപ്പൊ അവര് മാന്യൊക്കെ കഴിക്കും, ചിക്കൻ കഴിക്കും. അപ്പൊ അവരുടെ ഈശ്വരന്മാർക്ക് അവര് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ അമ്മി അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിയാണ്. അപ്പൊ അതുള്ള അങ്ങനെയുള്ള സംസ്കാരങ്ങളും അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒക്കെയാവും. അപ്പൊ ഇതൊന്നും തെറ്റ് ശരിയെന്നല്ല, ഓരോ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഓരോരോ സിസ്റ്റങ്ങളാണ്. അപ്പോൾ ക്ഷേത്രം, കാവ്, ഇതൊക്കെ ഓരോന്നും ഓരോ സബ്ജക്റ്റ് എല്ലാം കൂടി കൂട്ടിക്കലർത്തുന്നതാണ് നമുക്കുള്ള പ്രശ്നം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണ മേധാവിത്വം വരുമ്പോഴാണ് ഇതൊക്കെ മാറി ഇങ്ങനെയായി. വാസ്തു പോലും വളച്ചൊടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പോയി നിൽക്കുക, മുന്നിൽ നിന്ന് അപ്പുറം കാണുമോ? ഇല്ല. സാധാരണ വീട്ടിൽ കാണുക, അപ്പുറം കണ്ടിട്ടില്ല, അവിടെ ഒരു ദ്വാരം ഇടാൻ പറയും. നേരെ കുറച്ച് ഒരു ഇല്ലത്തോ ഒരു കോലത്തോ ആണെങ്കിൽ മുന്നിൽ നിന്നല്ലോ